കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളും. തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യപ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എഗസ്കേലിൻ്റെ പ്രവചനം 36-ാം അധ്യായം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇസ്രായേൽ രാഷ്ട്രം പ്രവാസത്തിലേക്ക് ജനം പോയി, ആ ജനം മടങ്ങി വരുമ്പോഴേക്കും അവർ പാർക്കാൻ പോകുന്ന സ്ഥലത്തോടെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. പാഴും ശൂന്യമായി കിടക്കുന്ന ആ ഭൂമിയോട് യഹോവയെ ദൈവം അരുളി ചെയ്യുന്നു, ജനം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുമ്പോഴേക്കും അവർക്ക് ഭക്ഷിപ്പാൻ ആഹാരം, വിളവുകൾ ഈ ഭൂമിയിൽ നിന്നും മുളച്ചിരിക്കണം, വിളവ് കൊടുക്കണമെന്ന് ദൈവം വാഗ്ദത്തമായി പറയുന്നു. ഭൂമി അവർക്ക് ഭക്ഷണം നൽകണം, അവർ കൃഷി ചെയ്യുകയും വൃക്ഷങ്ങൾ വളരുകയും നല്ല ഫലം കായ്ക്കുകയും പ്രവാസത്തിൽ മുമ്പുള്ളവരെക്കാൾ അധികമാകുന്ന നിലയിൽ മികച്ച അനുഭവത്തിലേക്ക് വരുമെന്നും ഇവിടെ കാണുന്നുണ്ട്. ആ ദേശത്തെക്കുറിച്ച്, അതിൻ്റെ പുനരുദ്ധാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ആ ദേശത്തെക്കുറിച്ച് ജനങ്ങൾ പറയുന്ന ചില അപവാദങ്ങളുണ്ട്. മക്കളില്ലാത്തവരെന്നും മക്കളെ കൊല്ലുന്നവരെന്നും തുടങ്ങി വിവിധ നിലകളിൽ അവരെ പരിഹസിക്കുന്ന, ആക്ഷേപിക്കുന്ന ജനങ്ങളുണ്ട്. ആ നിലയിൽ മുദ്രകുത്തപ്പെട്ട ദേശം. ദൈവം ആ ദേശത്തെക്കുറിച്ച് പറയുന്നു, ഇനിയും നിന്റെ മക്കളെ ആരും കൊല്ലുകയില്ല, നിനക്ക് മക്കൾ ഉണ്ടാകും, ആ ദേശം മക്കളെയും കൊണ്ട് നിറയും. ആ ദേശത്തിന് സംഭവിക്കാൻ പോകുന്ന പുനരുദ്ധാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ജനത്തിന് മേലുള്ള സകല നിന്ദകളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും എല്ലാം അവസാനിക്കുമെന്നും പുഷ്ടിപ്പെടുന്ന, വളരുന്ന ഒരനുഭവത്തിലേക്ക് ദേശം വളർന്നു വരും എന്നാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇസ്രായേൽ ദേശത്തിന് വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ അത് പരിസ്ഥിതിപരമായി ഏറ്റവും ഉന്നതമാകുന്ന നിലയിൽ ദൈവം ചെയ്യും. മറ്റു ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഇസ്രായേലിനെ ദൈവം ഉയർത്തുകയും വലിയ സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലമാക്കി മാറ്റുകയും ചെയ്യുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. നമ്മൾ ഇവിടെ വരെയുള്ള ഭാഗമാണ് പഠിച്ചു നിർത്തിയത്. നമുക്ക് 16-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെ ഒന്ന് വായിക്കാം. എഗസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 16 മുതൽ 21 വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ ദേശത്ത് പാർത്തിരുന്നപ്പോൾ അവർ അതിനെ തങ്ങളുടെ നടപ്പ് കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മലിനമാക്കി. എന്റെ മുമ്പാകെ അവരുടെ നടപ്പ് ഋതുവായൊരു സ്ത്രീയുടെ മാലിന്യം പോലെയായിരുന്നു. അവർ ദേശത്ത് ചൊരിഞ്ഞ രക്തം നിമിത്തവും അതിനെ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് മലിനമാക്കിയത് നിമിത്തവും ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്നു. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു. അവർ ദേശങ്ങളിൽ ചിതറിപ്പോയി. അവരുടെ നടപ്പിനും പ്രവൃത്തികൾക്കും തക്കവണ്ണം ഞാൻ അവരെ ന്യായം വിധിച്ചു.
അവർ ജാതികളുടെ ഇടയിൽ ചെന്ന് ചേർന്നപ്പോൾ ഇവർ യഹോവയുടെ ജനം, അവന്റെ ദേശം വിട്ടു പോകേണ്ടി വന്നവർ എന്ന് അവർ അവരെ കുറിച്ച് പറയുമാറാക്കിയതിനാൽ അവർ എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി. എങ്കിലും ഇസ്രായേൽ ഗൃഹം ചെന്ന് ചേർന്ന ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കിയ എന്റെ വിശുദ്ധ നാമത്തെ കുറിച്ച് എനിക്ക് അയ്യോ ഭാവം തോന്നി. ഓക്കെ, ഈ 16 മുതലുള്ള വാക്യങ്ങൾ ഇസ്രായേലിന്റെ കഴിഞ്ഞകാല പ്രവാസത്തിന് മുമ്പുണ്ടായിരുന്ന അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിഞ്ഞു നോട്ടം, അതൊരു ഫ്ലാഷ് ബാക്കാണ്. അതിനുശേഷം പ്രവാസത്തിൽ പോകാനുള്ള കാരണം, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരാനുള്ള കാരണം, ഇങ്ങനെയുള്ളതായ തുടർന്ന് ഈ രാജ്യത്തോട് ദൈവം ചെയ്യാൻ പോകുന്ന ഉടമ്പടികൾ എന്നിവയാണ് ഈ ഭാഗത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഈ 16-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെ നാം വായിച്ചതിനകത്ത് 3 ഭാഗത്തെ അവർ മലിനമാക്കി എന്ന് പറയുന്നുണ്ട്. തങ്ങളുടെ നടപ്പ് കൊണ്ടും തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടും ദേശത്തെ മലിനമാക്കി. തങ്ങളുടെ വിഗ്രഹങ്ങളെ കൊണ്ട് ദേശത്തെ മലിനമാക്കി. പിന്നെയും പറയുന്നു, അവർ പ്രവൃത്തികൾക്കും അവർ നടപ്പിന് തക്കവണ്ണം ഞാൻ അവരെ ന്യായം വിധിച്ചു. ഇസ്രായേൽ മക്കൾ അവരുടെ ദേശം പാർക്കുമ്പോൾ അവരുടെ ജീവിത രീതികൾ കൊണ്ടും അവരുടെ പ്രവർത്തികൾ കൊണ്ടും ദേശം മലിനമാക്കി. യഹോവ കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തില്ല. അവർ നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്തു. രക്തച്ചൊരിച്ചിലുകൾ അവർ നടത്തി. ദൈവത്തിന് ഹിതമല്ലാത്ത വഴിയിലൂടെ അവർ നടന്നു. അവർക്ക് ദൈവം കൊടുത്ത പ്രമാണമായിരുന്നു, ഞാനല്ല അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറയുമ്പോൾ തന്നെ ചുറ്റുപാട് പാർക്കുന്ന അന്യജാതികളുടെ ദൈവങ്ങളെ ഇവർ കടമെടുത്ത് അതിനെ ആരാധിക്കുവാൻ തുടങ്ങി. ഭക്തി മൂത്തിട്ട് തങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളെ അവരുടെ മുൻപിൽ രക്തച്ചൊരിച്ചിലൂടെ ബലി അർപ്പിച്ചു. അവരെ കൊന്ന് അതിലൂടെ ബലി അർപ്പിച്ചു. ഈ നിലയിൽ ഇവർ ദേശത്തെ മലിനമാക്കി എന്ന് ഈ 16 മുതൽ വാക്യങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒരു ജനത എന്ന നിലയിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ അവരുടെ അനുസരണക്കേട് അവരുടെ ദേശത്തിന് മേൽ ശാപം വരുത്തുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ദൈവം മോശ മുഖേന കൊടുത്ത പ്രമാണങ്ങളിൽ, പ്രത്യേകിച്ച് പുറപ്പാട് മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള ഭാഗങ്ങളിൽ, അതിൽ ആവർത്തന പുസ്തകത്തിൽ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കണം, എൻ്റെ കൽപ്പനകളിലൂടെ നടക്കണം, എൻ്റെ വഴികളിലൂടെ നടക്കണം, നടന്നില്ല എങ്കിൽ അവർക്ക് മേൽ ശാപം വരുമെന്നും, നീ നടക്കുകയാണെങ്കിൽ നിനക്ക് അനുഗ്രഹം വരുമെന്നും, ഇല്ല നീ അനുസരിക്കുന്നില്ല എങ്കിൽ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നൊക്കെ ആവർത്തന പുസ്തകത്തിൽ മറ്റും യഹോവയായ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ജാതിയായി, ഒരു രാഷ്ട്രപരമായി രൂപീകരിച്ചുകൊണ്ടിരിക്കുന്ന ആരംഭഘട്ടത്തിൽ തന്നെ ദൈവം അവരെ കണ്ടിട്ട് അവരെ അനുസരണക്കേട് നിമിത്തം ദേശത്തിന് ശാപം വരുമെന്ന് ദൈവം വ്യക്തമായി പറഞ്ഞിരുന്നു.
ദൈവം അവർക്ക് കൊടുത്ത സ്ഥലത്ത്, അത് ഓർക്കണം, അത് ദൈവം വാഗ്ദത്ത ദേശമായി കൊടുത്തതാ. അബ്രഹാമിന് കൊടുത്തു, ശേഷം തന്റെ സന്തതികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇസ്ഹാക്കും യാക്കോവും മക്കളും ഒക്കെ പാർത്ത് വാഗ്ദത്ത ദേശം. ആ സ്ഥലത്ത് അവരെ കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്യിച്ചു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവത്തെ മറന്നിട്ട് ചുറ്റുപാടുമുള്ള ജാതികളുടെ ദൈവങ്ങളെ സ്വന്തം ദൈവമായി കണ്ടിട്ട് അതിനെ ആരാധിക്കുന്നവരായി തീർന്നു. അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ വഴി വിട്ട് മാറിപ്പോയി. ദൈവം തന്റെ ജനത്തോട് കോപിച്ചു, അവരെ ശിക്ഷിച്ചു. അങ്ങനെ വന്നപ്പോൾ യഹോവയായ ദൈവം ബാബിലോൺകാരെ വിളിച്ചു വരുത്തി ഈ നഗരം നശിപ്പിക്കുവാൻ ദൈവം ബാബിലോണിന്റെ കയ്യിൽ ഇസ്രായേൽ രാഷ്ട്രത്തെ ഏൽപ്പിച്ചു. അവർ വന്നു, മിക്ക ആളുകളെ കൊന്നു. കൊല്ലാത്തവരെയെല്ലാം ആ ദേശത്തു നിന്നും പുറത്താക്കി. അത് ശൂന്യമാകുന്ന അനുഭവങ്ങളിലേക്ക് പോകുന്നു. നമ്മളെ അതിന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ അവരെ ജാതികളിൽ ചിഹ്നിച്ചു. എന്ത് നിമിത്തം? അവരെ നടപ്പ് നിമിത്തം, അവരുടെ ജീവിത രീതികൾ നിമിത്തവും, അവരുടെ ആരാധന നിമിത്തവും, അവരെ അനുസരണക്കേട് നിമിത്തവും ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളഞ്ഞു. ഇനി 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവർ ജാതികളുടെ ഇടയിൽ ചെന്നു ചേർന്നപ്പോൾ ഇവർ യഹോവയുടെ ജനം, അവന്റെ ദേശം വിട്ടുപോകേണ്ടി വന്നവർ എന്ന് അവർ അവരെ കുറിച്ച് പറയുമാറാക്കിയതിനാൽ അവർ എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി. ഇവിടെ യഹോവയായ ദൈവം പറഞ്ഞ അവർ എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി. എങ്ങനെ അശുദ്ധമാക്കിയെന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്. ദൈവത്തെ അനുസരിക്കുവാൻ ആ നിലയിൽ അവരെ ട്രെയിൻ ചെയ്യുവാൻ, അവരെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം വാസ്തവത്തിൽ ഇവരെ പ്രവാസത്തിലേക്ക് വിട്ടത്. ഇവർ പ്രവാസത്തിൽ പോയാൽ അവിടെ വെച്ച് ദൈവത്തെ നന്നായി മനസ്സിലാക്കുകയും മനം തിരിഞ്ഞ് മാനസാന്തരപ്പെടുമെന്ന് ചിന്തിച്ചിട്ടാണ് യഹോവയായ ദൈവം ഇവരെ അങ്ങോട്ട് വിട്ടത്. എന്നാൽ ജനങ്ങൾക്ക് പ്രവാസം എന്നത് യഹോവയായ ദൈവം ചിന്തിച്ചത് അങ്ങനെ. എന്നാൽ നാം ആ ഭാഗം പഠിച്ചു വരുമ്പോൾ ഒരു ചെറിയ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യഹോവയായ ദൈവം ആ ചിന്തയോടുകൂടി വിട്ടു. എന്നാൽ ഇസ്രായേൽ ജനം പ്രവാസത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ജാതികളുടെ ഇടയിൽ ചിന്നിച്ചിതറപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അവർ യഹോവയായ ദൈവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ മറ്റ് ജാതികൾ മനസ്സിലാക്കിയത് ഈ യഹോവയായ ദൈവത്തിന് കഴിവില്ല, ഇവൻ ബലഹീനനാണ്, തന്റെ സ്വന്തം ജനത്തെ കാക്കാനുള്ളതായ ശക്തിയില്ലാത്ത ബലഹീനനാണ് എന്ന നിലയിലേക്ക് യഹോവയായ ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ പരിചയപ്പെടുത്തി. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവത്തെ ദുർബലനാണെന്ന് തെളിയിക്കുന്ന നിലയിലായിരുന്നു പ്രവാസത്തിലേക്ക് പോയ ജനത്തിന്റെ രീതികളും ജനത്തിന്റെ സംഭാഷണവും ജനത്തിന്റെ സകല പ്രവൃത്തികളും. ഇസ്രായേലിന് ദൈവത്തിന് തന്റെ ജനത്തെ സംരക്ഷിക്കുവാൻ കഴിയില്ല എന്ന് ജാതികൾ കരുതി. അത് തെറ്റായിരുന്നു. അപ്പൊ ആ നിലയിലേക്കാണ് അവിടെ പോയ പ്രവാസത്തിൽ പോയ ജനങ്ങൾ കാണിച്ചത്. അതുകൊണ്ട് പറയുന്നു, അവർ എൻ്റെ വിശുദ്ധ നാമത്തെ
അശുദ്ധമാക്കി എന്ന് എടുത്തു പറയുന്നു. ഇനി ഇസ്രായേൽ ജനതയുടെ ഇടയിൽ ദൈവം വീണ്ടും വിശുദ്ധനാകുമെന്ന് 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. വാസ്തവത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾ നിമിത്തമാണ് ദൈവം ഇവരെ പ്രവാസത്തിലേക്ക് അയക്കുക എന്നൊരു ശിക്ഷ ദൈവം നടപ്പിൽ വരുത്തി അതിനു വേണ്ടിയാണ്. അതിനാൽ അവരുടെ ദുഷ്ടമാകുന്ന പെരുമാറ്റങ്ങൾ മറ്റ് ജനതകളിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് തെറ്റായ നിലയിലുള്ളൊരു ധാരണയാണ് അവർ ഉണ്ടാക്കിയെടുത്തത്. അവരുടെ ജാതികളിൽ ചിഹ്നച്ചിതറപ്പെട്ടു പോയപ്പോൾ അവിടെ ചെന്ന് മാനസാന്തരപ്പെടേണ്ടതിന് പകരം തങ്ങളുടെ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് അനുദപിച്ച് വരേണ്ടതിന് പകരം അവർ ചെന്ന് അവരുടെ ജീവിത രീതിയിലൂടെ തെളിയിച്ചത് ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ സൂക്ഷിക്കുവാൻ കഴിയത്തില്ല, ഞങ്ങളുടെ ദൈവം ബലഹീനനാണ്, ഞങ്ങൾക്ക് വേണ്ടി കരുതുവാൻ കഴിയത്തില്ല എന്ന നിലയിലേക്ക് അവിടുത്തെ ജാതികൾ വിശ്വസിക്കുന്ന നിലയിലായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ. അതാണ് യഹോവയായ ദൈവം പറഞ്ഞത്, അവരെക്കുറിച്ച് പറയുമാറാക്കിയതിനാൽ അവർ എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി. ഇത് ദൈവത്തോടുള്ള ഒരു ഭയങ്കരമാകുന്ന ഒരു അപമാനമാണ്. അതായത് ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുകയാണ്. ഇവിടെ ദൈവത്തിന്റെ വിശുദ്ധ നാമം അതവന്റെ പൂർണ്ണ സ്വഭാവത്തെ കാണിക്കുന്നതാണ്. നമ്മൾ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 5 മുതൽ 7 വരെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണെന്നും ദുഷ്ടനോട് എതിർത്ത് നിൽക്കുന്ന ദൈവമാണെന്നും ഒക്കെ ദൈവം വളരെ വ്യക്തമായി അവിടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രായേൽ അവരുടെ ദുഷ്പ്രവൃത്തികളാൽ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ അപമാനിച്ചതിനാൽ അവർ ദൈവത്തെ വളരെയധികം വ്രണപ്പെടുത്തി. ദൈവത്തിൻ്റെ നാമം അവന് യഹോവയെ ദൈവത്തിൻ്റെ നാമം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ നാമത്തെ ജാതിയിടയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ നാമത്തെ അവർ അശുദ്ധമാക്കി. ദൈവത്തിൻ്റെ നാമത്തെ അവർ അശുദ്ധമാക്കി. ഇനി ഒന്നുകൂടി ഞാൻ പറയാം. ഇവിടെ യഹോവ എന്ന് പറയുന്ന ആ നാമം ആ കാലഘട്ടത്തിൽ ആ പേരിൻ്റെ അർത്ഥം യഹോവ എന്ന വിശുദ്ധ നാമം അതൊരു വ്യക്തിയെ കാണിക്കുന്നതാണ്, ഒരു വ്യക്തിത്വത്തെ കാണിക്കുന്ന. യഹോവയുടെ നാമം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ഒരു വ്യക്തിത്വത്തെ കാണിക്കുമ്പോൾ ആ നാമം ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കപ്പെടുമ്പോൾ അത് ബാധിക്കപ്പെടുന്നത് ആ വ്യക്തിത്വത്തെയും ആ വ്യക്തിയെയുമാണ്. നമ്മുടെ സാധാരണയുള്ള ജീവിതത്തിൽ മാന്യമായ നിലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റാരെങ്കിലും മുഖേന നമ്മെക്കുറിച്ച് മറ്റുള്ളവരുടെ ചെന്ന് ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം അല്ലാത്ത കാര്യങ്ങൾ,
നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ, ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഗോസിപ്പ്, ഒരു നുണയായി പ്രചരിപ്പിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ട്. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. എന്നാൽ നിങ്ങളുടെ കൂടെ കൂടിയ നിങ്ങളുടെ എതിരാളികൾ ചിലർ മറ്റുള്ളവരുടെ ഇടയിൽ പോയിട്ട് നിങ്ങളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെയാണ് ബാധിക്കുന്നത്. നിങ്ങളുടെ പേര്, ആ വ്യക്തി, ആ വ്യക്തിത്വത്തെ നന്നായി ബാധിക്കും. നിങ്ങളുടെ നാമം, നിങ്ങളുടെ വ്യക്തിത്വം അവിടെ മലിനപ്പെടുകയാണ്, അവിടെ ആക്ഷേപിക്കപ്പെടുകയാണ്, അവിടെ വ്രണപ്പെടുകയാണ്. ഇത് സാധാരണ ഒരു മനുഷ്യൻ, ഒരു കഴിവുമില്ലാത്ത മനുഷ്യൻ. ഇവിടെ എന്ന് പറയുന്നത് ഇവർ ദുഷിച്ച നാമം എന്ന് പറയുമ്പോൾ അവരെ മിസ്രൈമിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന യഹോവയുടെ നാമം. ഒരു വിധത്തിൽ അവിടുന്ന് കൊണ്ടുവരാൻ നിവൃത്തിയില്ലാതിരുന്നപ്പോൾ ദൈവം 10 ബാധകൾ അയച്ച് അതിലൂടെ ദൈവം വെളിപ്പെടുത്തി വെളിയിൽ കൊണ്ടുവന്നു 40 വർഷം മരുഭൂമിയിൽ എല്ലാം കൊടുത്തു വളർത്തി വാഗ്ദത്തം കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്യിച്ച ദൈവത്തെക്കുറിച്ച് ഇവർ മറ്റുള്ളവരുടെ ജാതിയിടയിൽ പ്രചരിപ്പിച്ചത്, ഈ ദൈവത്തിന് കഴിവില്ല, ഞങ്ങളെ പരിപാലിക്കാനുള്ള കഴിവില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തപ്പെട്ടത്, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് നല്ല നിലയിലേക്ക് പോയേനെയും നമ്മളും ചിലപ്പോൾ പറയത്തില്ലേ. ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മളും പറയും, ആ വഴിയെ പോയതെങ്കിൽ എത്ര നല്ലതായിരുന്നു, ഈ നിലയിൽ ജീവിച്ചത് എത്ര നല്ലതായിരുന്നു, നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. എന്ന് പറഞ്ഞ യഹോവയായ ദൈവത്തിന് നാമത്തെ ദുഷിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിത്വത്തെ അശുദ്ധമാക്കി, ആ വ്യക്തിത്വത്തെ വ്രണപ്പെടുത്തി, ആ വ്യക്തിത്വത്തെ വല്ലാതെ മുഷിപ്പിച്ചു. നാം നന്നായി മനസ്സിലാക്കണം, അവരെ പെരുമാറ്റത്തിലൂടെ ദൈവം ദുർബലനാണെന്ന ധാരണ ഇസ്രായേൽ അവർ ചെന്ന് പാർത്ത ദേശത്തുണ്ടാക്കിയെടുത്തു. തൻ്റെ നാമത്തിന്, തൻ്റെ വ്യക്തിത്വത്തിന് ഇത്രയും വലിയ അപമാനം ഉണ്ടാക്കിയെടുത്ത ആ അപമാനം അത് തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം അതൊരിക്കലും അനുവദിക്കത്തില്ല. ദൈവം അതിനൊരു അറുതി വരുത്തും. ദൈവത്തിൻ്റെ നാമം അങ്ങനെ. അതുകൊണ്ടാണ് പറയുന്നത് യഹോവയുടെ നാമം വിശുദ്ധമാണ്. അത് നമുക്ക് തോന്നുന്ന പോലെ, അതുകൊണ്ട് എൻ്റെ നാമം വൃഥാ എടുക്കരുത് എന്ന് പറയുന്നത്. നിസ്സാര കാര്യങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ നാമത്തെ വലിച്ചിഴക്കരുത്. ദൈവത്തിൻ്റെ നാമം നമ്മുടെ നിസ്സാര കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാനുള്ളതല്ല, അത് വിശുദ്ധമാണ്. അതുകൊണ്ട് 22, 23 വാക്യം വായിച്ചു. 22 മുതൽ 25 വാക്യങ്ങൾ. അതുകൊണ്ട് നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നിമിത്തമല്ല, നിങ്ങൾ ചെന്ന് ചേർന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എന്റെ വിശുദ്ധ നാമം നിമിത്തമത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ജാതികളുടെ ഇടയിൽ നിങ്ങൾ ആക്കിയതായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എന്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കും. ജാതികൾ കാണെ ഞാൻ എന്നെ തന്നെ നിങ്ങളിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ ഇവിടെ ഇനിയും
പ്രവാസത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുള്ള കാരണം പറയുന്നുണ്ട്. 70 വർഷം കഴിഞ്ഞപ്പോൾ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. AD 70 ചിതറിപ്പോയവരെ 1948 അവിടുന്ന് ഇവിടുന്ന് ശേഖരിച്ചുകൊണ്ട് വന്നു. അതിൽ കാരണം പറയുന്നു. കാരണം, നിങ്ങൾ നിമിത്തം എൻ്റെ വിശുദ്ധ നാമം അശുദ്ധമാക്കി. അതുകൊണ്ട് എൻ്റെ നാമത്തെക്കുറിച്ച് എനിക്ക് അയ്യോഭാവം തോന്നി, ഒരു അനുകമ്പ തോന്നി, ഒരു കൺസേൺ തോന്നി. എന്നിട്ടാണ് യെഹെസ്കേൽ പ്രവാചകനോട് പറയുന്നത്, ഇസ്രായേൽ ഗൃഹമേ എന്ന് പറയുകയാണ്, നിങ്ങൾ നിമിത്തമല്ല നിങ്ങളെ പ്രവാസത്തിൽ നിന്നും മടക്കി വരുത്താനുള്ള കാരണം നിങ്ങൾ നിമിത്തമല്ല. അതിന് കാരണം പറയുന്നുണ്ട്. ദൈവം അവരെ തിരികെ അവർ രാജ്യത്തേക്ക് കൊണ്ടുവരും. അത് അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല യഹോവയെ ദൈവം അങ്ങനെ ചെയ്യുന്നത്. അതിലെ പ്രധാന കാരണം എന്ന് പറയുന്നത്, യഹോവയായ ദൈവത്തെ ദുർബലനാണെന്ന് ഇവർ ചെന്ന ജാതികളുടെ ഇടയിൽ പ്രചരിപ്പിച്ച ആ പ്രചരണം തെറ്റാണെന്ന് യഹോവയായ ദൈവത്തിന് തെളിയിക്കണം. യഹോവയായ ദൈവം ഇവരുടെ ഇടയിൽ നിങ്ങൾ പ്രചരിപ്പിച്ചതുപോലെ അല്ല എന്നും ആ ദൈവത്തിന് പരമാധികാരമുണ്ട് എന്നും യഹോവയായ ദൈവത്തിന് ഈ ജാതികളുടെ ഇടയിൽ തെളിയിക്കണം. അതാണ് പ്രധാനപ്പെട്ട കാരണം. ദൈവം പരിശുദ്ധനാണെന്ന് അവർ മനസ്സിലാക്കണം. കർത്താവായ ദൈവം ശക്തനാണെന്നും പരമാധികാരമുള്ളവനാണെന്നും അത് വിശുദ്ധനാണെന്നും ആ ജനം അറിയണം. ഒന്നുകൂടി പറഞ്ഞാൽ, യഹോവയായ ദൈവം ഇസ്രായേലിന്റെ ലോക്കൽ ഗാർഡിയൻ മാത്രമല്ല. ഇപ്പോൾ ഇവരെവിടാണ്? പ്രവാസത്തില, ബാബിലോൺ പ്രവാസത്തില. അപ്പോൾ യഹോവയായ ദൈവം ഇവരെ ലോക്കൽ ദൈവമായിരുന്നെങ്കിൽ ആ ദൈവത്തിന് ഇസ്രായേൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഇസ്രായേലിന്റെ ബൗണ്ടറി വിട്ട് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഇവിടെ ഇപ്പൊ അന്യ രാജ്യത്താണ് പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ തെളിയിക്കുന്നത്, ഞാൻ ഇസ്രായേലിന്റെ ഒരു ലോക്കൽ ദൈവം മാത്രമല്ല, ഞാൻ സകല ലോകത്തിൻ്റെയും സകല സൃഷ്ടിയുടെ മേലും പരമാധികാരമുള്ള ദൈവമാണെന്നാണ് ഈ പ്രവാസത്തിൽ ജനത്തെ മടക്കി അയക്കുന്നതിലൂടെ യഹോവയായ ദൈവം തെളിയിക്കുന്നത്. നെബൂഖദ്നേസർ മറ്റും ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത്, ആ 3 ബാലകരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കയ്യിൽ വിടിവിക്കാവുന്ന ദേവൻ ആരെന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളുടെ ബൗണ്ടറിക്കകത്ത് പോലും ഞാൻ വന്ന് യുദ്ധം ചെയ്തിട്ട് എന്നെയോ എൻ്റെ പ്രവർത്തനത്തെ തടയുവാൻ കഴിഞ്ഞില്ല. ആ ദൈവം ഇനി എങ്ങനെ ബാബിലോണിൽ വന്ന് നിങ്ങളെ എങ്ങനെ രക്ഷിക്കും എന്നാണ് നെബൂഖദ്നേസർ ചോദിച്ച ചോദ്യത്തിൻ്റെ അർത്ഥം. എന്നാൽ ഇവിടെ യഹോവയായ ദൈവം ബലഹീനനല്ല, അവന്റെ നാമം ഉന്നതമാണ്. അവന്റെ നാമത്തെങ്കിൽ സ്വർലോകയുടെയും ഭൂലോകയുടെയും അധോലോകയുടെയും സകല മുഴങ്കാലും മടങ്ങും, ഭൂതങ്ങൾ അലറിയോടും എന്ന് തെളിയിക്കുവാൻ വേണ്ടി ഈ ജനത്തെ പ്രവാസത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുവാൻ യഹോവയായ ദൈവം തീരുമാനിച്ചു. അതാണ് നമ്മൾ വായിച്ചത്. ഇനി 24-ാമത്തെ വാക്യം വായിച്ച്. 24, ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശത്തിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഈ വാക്യം ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു.
70 വർഷത്തെ പ്രവാസത്തിന് ശേഷം മടങ്ങിവരവിനെ കുറിച്ച് മാത്രമുള്ളൊരു പ്രവചനമല്ല എന്നും AD 70 ലോകത്തെല്ലാം ചിതറപ്പെട്ടു പോയിട്ട് 48 മടങ്ങി വന്നത് അതിലൂടെയും ഈ പ്രവചനം നിവർത്തിക്കപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിന് തെളിവ് ഞാൻ പറയുകയും ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അത് ഈ വാക്യത്തിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഈ വാക്യത്തിൽ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി. അടുത്ത പദം ശ്രദ്ധിക്കുക: സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് കളക്ട് ചെയ്ത് നിങ്ങളെ സ്വന്തം ദേശത്തേക്ക് വരുത്തും. 7 വർഷത്തെ പ്രവാസ കാലഘട്ടത്തിൽ പോയപ്പോൾ മുഖ്യമായും പോയത് ബാബിലോണിലേക്കാണ് പോയത്. കുറച്ച് ചില ആളുകൾ ഈജിപ്തിലേക്കും മറ്റു പലയിടത്തേക്കും പോയെങ്കിലും മജോറിറ്റി ആളുകളും പോയത് ബാബിലോണിലേക്കാണ്. അതുകൊണ്ടാണ് ബാബിലോണിൽ നിന്നും ഒരു ഉത്തരവ് പുറപ്പെടുന്നതും അവിടുന്ന് ജനം വരുന്നതും പണി ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ AD 70 ചിതറിപ്പെട്ട് പോയപ്പോൾ അത് ഒരു രാജ്യത്തേക്ക് മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇസ്രായേൽ ജനം ചിതറിപ്പോയി. അത് തിരികെ വരുന്നത് 1948 ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തോടനുബന്ധിച്ചാണ് ദൈവം അവരെ കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവരെ കളക്ട് ചെയ്യാൻ തുടങ്ങി. തലമുറകൾ ഒത്തിരി മാറി, വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞപ്പോൾ ചിലർ തങ്ങളുടെ ട്രൈബ് മറന്നുപോയി, ചിലർ തങ്ങളുടെ വംശം മറന്നുപോയി, കുലം മറന്നുപോയി. എങ്കിലും ശരി, അവിടെ ചിതറപ്പെട്ട് കിടക്കുന്ന സകല ഇസ്രായേൽ യഹൂദന്മാരെയും ശേഖരിച്ച് ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുവന്നു. ഇന്നും ആ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വചനം, ഈ പറയപ്പെട്ട വേദഭാഗം AD 70 ചിതറപ്പെട്ട യഹൂദന്മാരുടെ മടങ്ങി വരവിനെ കുറിച്ചും ഉള്ള ഒരു പ്രവചന നിവൃത്തിയാണ് ഈ ഭാഗത്തുനിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 24-ാമത്തെ വാക്യത്തിൽ വായിച്ച ഭാഗം ഒന്ന് പറഞ്ഞ് ഈ രാത്രി ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. അതെല്ലാം പറയുവാൻ എൻ്റെ മുമ്പിൽ സമയമില്ല, ഉള്ള സമയപരിധിക്കത്ത്. യഹോവ ഇസ്രായേൽ ജനത്തെ ജാതികളിൽ നിന്ന് കൊണ്ടുവരും, അവരെ ശേഖരിക്കും, താൻ അവർക്ക് നൽകിയ ദേശത്തേക്ക് അവരെ കൊണ്ടുവരും. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിൻ്റെതാണ്. പ്രവാസത്തിലേക്ക് പോയവർ പലരും മരിച്ചു പോയെന്നിരിക്കാം, എന്നാൽ അവരുടെ കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുവരും. ഇത് പൂർണ്ണമായും ഇസ്രായേലിന്റെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഇസ്രായേലിന്റെ പുനഃസ്ഥാപനത്തെ കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇതിനു മുമ്പ് യെഹെസ്കേൽ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചതാണ്. ആ വാക്യം ഒന്ന് വായിച്ചേ. യെഹെസ്കേൽ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 16-17 വാക്യം. അതുകൊണ്ട് നീ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അവരെ ദൂരത്ത് ജാതികളുടെ ഇടയിലേക്ക് നീക്കി രാജ്യങ്ങളിൽ ചിതറിച്ചു കളഞ്ഞുവെങ്കിലും അവർ പോയിരിക്കുന്ന രാജ്യങ്ങളിൽ ഞാൻ അവർക്ക് കുറെ കാലത്തേക്ക് ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും. ആകയാൽ നീ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. അപ്പൊ ഈ പറയുന്ന വാക്തത്വം ഇവിടെ വായിച്ച വാക്യവുമായിട്ട് ഒത്തിരി സാമ്യമുള്ള വാക്കുകൾ. ഇതെല്ലാം ഒരേ കാര്യമാണ് ഇതിനകത്ത് പരാമർശിക്കുന്നത്. അത് ഉറപ്പിച്ച് പറയുന്ന ഭാഗമാണ്. ഇനി ദൈവം ഇസ്രായേലുമായി ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ഉടമ്പടിയുടെ വാക്തത്വമാണ്
ഈ 24-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പുതിയ ഉടമ്പടിയാണ്. ദൈവം ഇസ്രായേലുമായി ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ഉടമ്പടി. ആ പുതിയ ഉടമ്പടി വാഗ്ദത്തങ്ങളുടെ ഒരു കലവറയാണത്. ആ പുതിയ ഉടമ്പടിയുടെ സവിശേഷത തന്നെ വാഗ്ദത്തങ്ങളാണ്. നമ്മുടെ വേദപുസ്തകം പല ഭാഗത്തും പരിശോധിച്ച് നോക്കുമ്പോൾ ഈ വാഗ്ദത്തങ്ങൾ ആവർത്തിച്ച് പറയുന്ന കേൾക്കുന്നുണ്ട്. ഇസ്രായേൽ ജന രാഷ്ട്രത്തിന്റെ രൂപീകരണം 1948 ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുന്ന അതായിരുന്നല്ലോ അവരുടെ ആദ്യത്തെ രൂപീകരണം. മോശയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണം. ആ രൂപീകരണ സമയത്ത് യഹോവയായ ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ മുമ്പേ അത് പരാമർശിച്ചിരുന്നു. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിച്ച്. Deuteronomy chapter 30 verses 1 to 6. ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായ ഈ വചനങ്ങളൊക്കെയും നിന്റെ മേൽ നിവൃത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അതത് ജാതികളുടെ ഇടയിൽ വെച്ച് നീ അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കിലേക്ക് തിരിയുകയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. നിന്റെ പിതാക്കന്മാർക്ക് കൈവശമായിരുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും. നീ അത് കൈവശമാക്കും. അവൻ നിനക്ക് ഗുണം ചെയ്ത് നിന്റെ പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കും. നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. നോക്കണം, ഇവിടെ മോശ മുഖാന്തരം ദൈവം ഇസ്രായേലിനോട് പറയുമ്പോൾ പറയുന്നൊരു കാര്യം കണ്ടോ. ഈ സമയത്ത് അങ്ങ് ചിതറിപ്പോയിട്ടില്ല. അവർ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അവർ സ്വന്തം വാഗ്ദദേശത്ത് എത്തിയിട്ടില്ല. വാഗ്ദദേശത്തിലേക്കുള്ള യാത്രയുടെ ആ ഒരു പ്രയാണത്തിനാണ്. ആ സമയത്ത് വെളിപ്പാടിൽ പരിശുദ്ധാത്മ നിറവിൽ മോശ മുഖാന്തരം അരുളി ചെയ്ത വചനമാണിത്. എന്ന് പറഞ്ഞാൽ നീ ചിതറിപ്പോകും. നീ ചിതറിപ്പോയാലും നിന്നെ മടക്കി വരുത്തും. ഇതൊരു ഉടമ്പടിയാണ്. അപ്പൊ ആ ഒരു ഉടമ്പടിയുടെ ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. ആ ഉടമ്പടി ഒന്നുകൂടെ ഒന്ന് പുതുക്കി ഇവിടെ പറയുകയാണ്. മറ്റൊരു ലെവലിലേക്ക് പുതുക്കി പണിയാണ്. നീ ദേശത്ത് എവിടെ ചെതിറിപ്പോയാലും, ജാതികടയിൽ ചിന്നിച്ചെതിറിപ്പോയാലും ഞാൻ അവിടെ നിന്ന് മടക്കി വരുത്തും, കൂട്ടിച്ചേർക്കും. നിന്റെ പിതാക്കന്മാർ കൈവശം വെച്ച ദേശത്തേക്ക് നിന്നെ കൊണ്ടുവരും. നോക്കണം, എത്ര വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാ. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചിട്ടില്ല. ഇസ്രായേൽ സ്വന്തം ദേശത്ത് വന്നിട്ടില്ല. അവർ പ്രവാസത്തിൽ പോയിട്ടില്ല. ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട വചനം പിൽക്കാല ബെഗസ്കേല കാലഘട്ടത്തിൽ വന്നപ്പോൾ ആ വചനം ആവർത്തിച്ച് പറയുകയാണ്. ആ ഉടമ്പടി പുതുക്കിപ്പണിയാണ്. ഇനി യെരമ്യാ പ്രവചനം 23-ന്റെ 3-ാമത്തെ വാക്യം വായിച്ചു. എന്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ
ഞാൻ അവയെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശത്തിൽ നിന്നും ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും. അവ വർദ്ധിച്ചു പെരുകും. നോക്കണം, അവരെ വീണ്ടും ഞാൻ കൊണ്ടുവരും. ഇനി 32:37, ജെരമ്യാ പ്രവചനം 32:37. എന്റെ കോപത്തിലും ക്രോധത്തിലും മഹാരോഷത്തിലും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശത്തിൽ നിന്നും ഞാൻ അവരെ ശേഖരിക്കും. ഞാൻ അവരെ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തി അതിനെ നിർഭയമായി വസിക്കുമാറാക്കും. നോക്കണം, ഇത് ദൈവത്തിന് കൊടുത്ത ദൈവമായിട്ടുള്ള ഉടമ്പടിയുടെ ഒരു വാക്തത്വമാണിത്. നിങ്ങൾ എവിടെ ചെറിപ്പോയാലും ഞാൻ നിങ്ങളെ മടക്കി വരുത്തും. നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും ഏത് ജാതികളിൽ പോയാലും ഞാൻ നിങ്ങളെ മടക്കി വരുത്തുമെന്ന് പറയുന്ന ഒരു വീണ്ടെടുപ്പിൻ വാക്തത്വമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നോക്കിയാൽ ഈ ഉടമ്പടിയുടെ ഒരു രൂപരേഖ കാണുവാൻ കഴിയുന്നുണ്ട്. വേദപുസ്തകം ഒന്നാമത്തെ പുസ്തകമാകുന്ന ഉൽപ്പത്തി മുതൽ അവസാനത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് വരെ നമ്മൾ അതിനകത്തോടൊന്ന് യാത്ര ചെയ്താൽ ഈ ഉടമ്പടിയുടെ വാക്തത്വം, അതിൻ്റെ ഒരു ഗ്രാഫ് അതിങ്ങനെ പോകുന്ന കാണാൻ കഴിയുന്നുണ്ട്. ഒരു വീണ്ടെടുപ്പിന്റെ വാക്തത്വം, ചിന്നിച്ചിതറിപ്പോയവരെ വീണ്ടെടുക്കുന്നൊരു വാക്തത്വം, നഷ്ടപ്പെട്ടു പോയവരെ വീണ്ടെടുക്കുന്നൊരു വാക്തത്വം. ആ വാക്തത്വത്തിൻ്റെ വലിയ ഒരു പദ്ധതിയാണ് യഹോവയായ ദൈവം ഈ ഭൂമി ചെയ്തിരിക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. സമയക്കുറവ് ഞാൻ ഈ ഭാഗം നിർത്തുകയാണ്. ദൈവം വെച്ചാൽ അതിന് അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ ക്ലാസ് ഞാൻ എടുത്തുകൊള്ളാം. നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഒന്ന്, ദൈവത്തിൻ്റെ നാമം പരമാധികാരമുള്ള നാമമാണ്. അത് നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ നമ്മെ ദൈവം പല സ്ഥലങ്ങളിലും പല ഇടങ്ങളിലും പല അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടെന്നിരിക്കാം. അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ നാമം അവരുടെ ഉയർത്തുവാൻ വേണ്ടിയാണ്. നമ്മളത് ചെയ്തില്ല എങ്കിൽ അത് ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കുകയും അത് ദൈവത്തെ വേദനിപ്പിക്കുകയും ചെയ്തതാണ്. രണ്ടാമത്തത്, എക്കാലഘട്ടത്തിലും ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ വാക്തത്വമാണ് വീണ്ടെടുപ്പെന്ന് പറയുന്നൊരു വാക്തത്വം. അത് ഈ കാലഘട്ടത്തിലും ശേഷിച്ചിരിക്കുന്നു. ആ വീണ്ടെടുപ്പിന്റെ വാക്തത്വം ഈ കാലഘട്ടത്തിലും ശേഷിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ പറയുന്നത്, ഒരു പുതിയ ഉടമ്പടി ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളെ ശേഖരിക്കും. ഇതിനകത്തെ കേൾക്ക് ദൈവത്തെ ജനത്തോട് പറയട്ടെ, നാം ദൈവസന്നിധി വിട്ട് എവിടെ ഓടിപ്പോയാലും അവിടുന്ന് ദൈവം നമ്മെ ശേഖരിക്കും. നീ ദൈവത്തിൻ്റെ മകനായി ജീവിക്കുമ്പോൾ ദൈവം നമ്മെ ശേഖരിക്കും. നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ മകനായി ജീവിച്ച നീ, ദൈവത്തിൻ്റെ നാമം ധരിച്ച നീ, ജാതികളുടെ ചിഹ്നത്തിൽപ്പെട്ടാലും നഷ്ടപ്പെടുകയല്ല, നിന്നെ മടക്കി വരുത്തുമെന്ന് പറയുന്ന ഒരു വാക്തത്വം, ഒരു വീണ്ടെടുപ്പിന്റെ വാക്തത്വം ശേഷിച്ചിരിപ്പുണ്ട്. ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ആ വീണ്ടെടുപ്പ് ഇന്നും ആ പദ്ധതി തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനൊരു വിശദമാവുന്ന ക്ലാസ് ദൈവം അടുത്ത പ്രാവശ്യം എടുത്തുകൊള്ളാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.